നീ ഈ വേദനയെ പാടി പറയുമെന്നും ഞാൻ അറിയുന്നു. നീ പറയും, പ്രഭുവേ, ആ കാലം എനിക്ക് വേദനയായിരുന്നു, പക്ഷേ അതിൽ നിന്നാണ് ഞാൻ നിന്റെ മുഖം കണ്ടത്. നീ നിന്റെ മുറിവുകളെ നോക്കി പറയും, ഇവ എന്റെ ദൈവത്തിന്റെ അടയാളങ്ങളാണ്. നീ ഇപ്പോൾ കരുതുന്നത് തോൽവി ആണെങ്കിലും അതാണ് എന്റെ വിജയത്തിന്റെ തുടക്കം. നീ ഇപ്പോൾ അടർന്നു വീണുപോകുന്നതാണ്, പക്ഷേ അതാണ് എന്റെ കൈ നിനക്ക് താഴെ പിടിക്കുന്ന നിമിഷം. നീ ഇപ്പോൾ ഇരുളിൽ, പക്ഷേ ഞാൻ നേരെ മുന്നിലൊരു വെളിച്ചം തെളിയിച്ചിരിക്കുന്നു. മകനെ, നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല. നീ പാപത്തിലായാലും വേദനയിലായാലും അന്ധകാരത്തിലായാലും ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഞാൻ നിന്നെ തിരഞ്ഞെടുത്തു. ഞാൻ നിന്നെ സ്നേഹിച്ചു. ഞാൻ നിന്നെ ശാശ്വതത്തിനായി ഒരുക്കുന്നു. നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം, പക്ഷേ ദൈവം നിന്നെ ഒരുക്കുന്നു. നീ ഇപ്പോൾ കരയുന്നു, പക്ഷേ നാളെ നീ മറ്റൊരാളെ ആശ്വസിപ്പിക്കും. നീ ഇപ്പോൾ പൊരുതുന്നു, പക്ഷേ നാളെ നീ മറ്റൊരാളെ ശക്തനാക്കും. നീ ഇപ്പോൾ മൗനത്തിൽ നടക്കുന്നു, പക്ഷേ നാളെ നീ സാക്ഷിയായി സംസാരിക്കും. എന്റെ മകനെ, എന്റെ മകളെ, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പൂർണ്ണമാക്കും വരെ ഞാൻ നിന്നെ വിട്ടുപോകില്ല. ഞാൻ നിന്നെ രൂപപ്പെടുത്തും. ഞാൻ നിന്നെ ഉയർത്തും. ഞാൻ നിന്നെ തിളക്കമാക്കും. നീ എന്നെ വിശ്വസിക്കൂ, പിന്നെ നീ കാണും കഷ്ടകാലം അവസാനിക്കുന്ന ദിവസം, നീ പുതുജീവിതത്തോടെ എഴുന്നേൽക്കുന്നത്. ഞാൻ നിന്നെ ഒരിക്കലും വിടുകയില്ല. ഞാൻ നിന്നെ എന്നും സ്നേഹിക്കും. ഞാൻ നിന്നെ ഇപ്പോൾ തന്നെ ഒരുക്കുന്നു. നിന്റെ കണ്ണുനീർ മുത്താകുന്ന ദിവസത്തിനായി, നിന്റെ വേദന പ്രഭയായി മാറുന്ന ദിവസത്തിനായി, നിന്റെ ജീവിതം എന്റെ സാക്ഷിയായി തെളിയുന്ന ദിവസത്തിനായി. എന്റെ മകനെ, എന്റെ മകളെ, ഓർക്കൂ, നിനക്ക് ഇപ്പോൾ കഷ്ടകാലമാകാം, പക്ഷേ ദൈവം നിന്നെ ഒരുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മകനെ, നീ പറയാം, പ്രഭുവേ, എത്ര കാലം കൂടി ഞാൻ ഇങ്ങനെ സഹിക്കണം? ഞാൻ കേൾക്കുന്നു, മകനെ. ഞാൻ നിന്റെ മനസ്സിലെ ആ ഉച്ചരിക്കാത്ത വാക്കുകളും കേൾക്കുന്നു. നീ പറയാത്ത വേദനകളും ഞാൻ കാണുന്നു. നീ രാത്രിയിൽ കിടക്കയിൽ തലേണയിൽ മുഖം മറച്ചു കരയുമ്പോൾ ഞാൻ നിന്റെ കയ്യിൽ കൈവയ്ക്കുന്നുണ്ട്. നീ അറിയാതെ തന്നെ ഞാൻ നിന്റെ കണ്ണുനീർ തുടയ്ക്കുന്നു. നിന്റെ ഹൃദയം ഇപ്പോൾ മുറിവുകളാലാണ് നിറഞ്ഞത്. നീ ചോദിക്കുന്നു, ദൈവമേ, എനിക്കിത് വേണ്ടിയിരുന്നോ? മകനെ, നീ ഇപ്പോൾ വേദനയിൽ ഇരിക്കുമ്പോൾ ഞാൻ നിന്റെ ഉള്ളിൽ ഒരു ശക്തി വളർത്തുകയാണ്. മൃദുവായ പുഷ്പം കടുത്ത കാറ്റിനെ കണ്ടാൽ വിറയ്ക്കും, പക്ഷേ ആ കാറ്റ് തന്നെയാണ് അതിനെ ദൃഢമാക്കുന്നത്. അതുപോലെ നീയുമാണ്. ഈ കാറ്റുകൾ, ഈ പരീക്ഷണങ്ങൾ നിന്നെ ദൃഢമാക്കുകയാണ്. ഞാൻ നിന്നെ പൊടിക്കാൻ അല്ല, ശക്തമാക്കാൻ ആണ് ഇതെല്ലാം. നീ ഇപ്പോൾ കാണുന്ന നഷ്ടങ്ങൾ, അതെ, അത് വേദനിപ്പിക്കുന്നു. പക്ഷേ നീ കാണാത്തതെന്താണെന്ന് ഞാൻ പറയട്ടെ, അവയുടെ പിറകിൽ ഞാൻ ഒരുക്കുന്ന നിറവേറ്റം. നിന്റെ വേദനയുടെ മണ്ണിൽ ഞാൻ പുതിയ വിത്തുകൾ വിതറുകയാണ്. അവ വളരും, പൂക്കും, നിനക്കായി ഫലങ്ങൾ തരുകയും ചെയ്യും. നിനക്കത് ഇപ്പോൾ കാണുന്നില്ല, പക്ഷേ ഞാൻ അത് കാണും.